നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചിലപ്പോൾ അവളുടെ മരണം വരെ നമ്മൾ ഇവിടെ കാണേണ്ടി വരും. എന്തിനാ അതൊക്കെ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവില്ലേ? അഞ്ജലിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ? എല്ലാവരുടെയും നന്മയെ കരുതി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചൂടെ? നമുക്ക് തൽക്കാലം ദേവികയുടെ കാര്യം മാറ്റിവെച്ചുകൊണ്ട് അഭിഷേകും അഞ്ജിതയുമായുള്ള കല്യാണ ആലോചനയുമായി മുന്നോട്ട് പോയാലോ? അതല്ലേ നല്ലത്? സുലോചനെ, പറയുന്നോണ്ട് അലോഹ്യം തോന്നരുത്. അഭിഷേകിന്റെ അഞ്ജിതയുടെയും കല്യാണത്തിനൊപ്പം തന്നെ സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തണമെന്നത് അമ്മയുടെ ഉറച്ച തീരുമാന. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു തീരുമാനമില്ല. അല്ലേ മഹേട്ടാ? ഇവിടുത്തെ അവസാന വാക്ക് അമ്മയുടേതാ സുലോചനെ. അതിനെ എതിർത്തോണ്ട് മുന്നോട്ട് പോവാൻ ഞങ്ങൾക്കാവില്ല. ഋഷിയെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ഗോപിയുടെ കാല് പിടിച്ചു പറഞ്ഞതാ. അവളത് ചെവിക്കൊണ്ടില്ല. ഇപ്പൊ എന്തായി? അവളുടെ ജാതകദോഷം കാരണം ഋഷിക്ക് അപകടം പറ്റി. അവൻ ICUവിലായി. ഇനി ഇതുപോലെ ഒരനിഷ്ട സംഭവങ്ങൾ എന്റെ മോനുണ്ടാവാൻ പാടില്ല. അതിന് ഗോപികയുടെ ജാതകദോഷം മാറ്റിയെടുത്തേ മതിയാവും. ആ ജാതകദോഷത്തിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് കൂടിയാ. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. 2 വിവാഹം കൂടി ഒരുമിച്ച് നടത്താമെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഇല്ലെങ്കിൽ അഞ്ജിതയ്ക്ക് വേറെ ആലോചന നോക്കിക്കോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കേ. എനിക്കെന്തായാലും എന്റെ മോളുടെ മനസ്സ് ഇനിയും വിഷമിപ്പിക്കാൻ പറ്റൂല. ദേവികയോട് ഞാൻ സംസാരിക്കാം. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്കിൽ നല്ലത്. ദേവിക ഞാൻ പറഞ്ഞാ കേക്കും. അവക്ക് അഞ്ജിതയും ഗോപികയും ഒരുപോലെയാ. അനിയത്തിമാരെന്ന് പറഞ്ഞാ അവക്ക് ജീവനാ. നിങ്ങൾ വിഷമിക്കണ്ട, അവള് വരും. അവള് നിങ്ങളുടെ മുന്നിൽ വന്ന് സിദ്ധുവുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് പറയും. ഇതെന്റെ വാക്കാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പൊ പ്രധാനം ദേവികയുടെ സമ്മതം വാങ്ങുന്നതാ. സമയം കളയാതെ ഞാനിതിന് ശ്രമിക്കട്ടെ. വിളിക്കാം. ദേവികെ, നീ എന്ത് ധിക്കാരമായി കാണിച്ചത്? എന്തർത്ഥത്തിലാ ഈ ബന്ധം നടക്കലെന്ന് നീ ആനന്ദിനോട് പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ പറഞ്ഞത്? എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ നിനക്ക്? നീ എന്തിനാ ഈ തീരുമാനം എടുത്തത്? മഹാമോശമായി പോയി, മഹാമോശം. ഞാൻ കുറെ ചിന്തിച്ചിട്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്ത് ചിന്തിച്ചു? നീയും സിദ്ധാർത്ഥനും നമ്മളെ വിവാഹം നടക്കില്ല എന്ന് നമ്മൾ പൊന്നാരം തോട്ടത്തുകാരോട് പറഞ്ഞതല്ലേ? പിന്നെന്താ? അല്ല മുത്തശ്ശ, അവരുടെ വാക്കുകള് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. പൊന്നാര തോട്ടത്തുകാര് അന്യരൊന്നും അല്ലല്ലോ. അവരിപ്പോ നമ്മുടെ അടുത്ത ബന്ധുക്കളല്ലേ. മോളെ, അതൊക്കെ ശരിയാണ്. എന്നാലും മുത്തശ്ശൻ ഗോപിയെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവൾ അവിടെയല്ലേ ജീവിക്കേണ്ടത്? നമ്മളിപ്പോ ഈ ആലോചന നിരസിച്ചാല് അത് പൊന്നാരൻ തോട്ടത്തുകാരെ അപമാനിക്കുന്നതിന് തുല്യമാവും. അതിന്റെ ഭവിഷ്യത്ത് അവിടെ നമ്മുടെ ഗോപുവായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അത് മാത്രല്ല, നമ്മളൊരു പ്രധാന കാര്യം ചിന്തിക്കണം. അവരെന്തിനാ അഭിഷേകിന്റെ ആലോചനയായിട്ട് വന്നത്? ഗോപികയുടെ ജാതകദോഷത്തിനുള്ള പരിഹാരമായിട്ടല്ലേ? ഞാൻ സിദ്ധാർത്ഥമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അഭിഷേകവും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ആ വിവാഹം നടന്നില്ലെങ്കിൽ ഗോപികയുടെ ജാതകദോഷം മാറില്ലെന്ന് കരുതിയായിരിക്കും അവര് നമ്മുടെ ഗോപികയോട് പെരുമാറുന്നത്. അതിന് ഗോപിയുടെ ജാതകത്തിൽ എവിടാ ദോഷം? അതിപ്പോ നമുക്ക് മാത്രല്ല അറിയൂ.
അവിടെ ഋഷിക്കൊഴികെ മറ്റാർക്കും അത് അറിയില്ലല്ലോ. ഇതൊക്കെ സുലോചന ഉണ്ടാക്കി വെച്ച ഏടാകൂടമല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കാം, അതേ ഉള്ളൂ മാർഗം. മുത്തശ്ശ, അതിനൊക്കെ മുതിർന്നാൽ നശിക്കുന്നത് അഞ്ജനയുടെ ഭാവിയല്ലേ? ചിലപ്പോ അവളുടെ മരണം വരെ നമ്മളിവിടെ കാണേണ്ടി വരും. എന്തിനാ അതൊക്കെ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ച ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവില്ലേ? അഞ്ജലിക്ക് നല്ലൊരു ജീവിതം കിട്ടില്ലേ? എല്ലാവരുടെയും നന്മയെ കരുതി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചൂടെ? നീ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. നിന്നെ കുറിച്ച് നീ ചിന്തിക്കുന്നില്ല. ആദ്യം നീ നിന്റെ ഭാവിയെ കുറിച്ച് വേണം ചിന്തിക്കാൻ. അച്ഛൻ എന്താ ഈ പറയുന്നേ? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ദേവിക കുടുംബത്തിന് വേണ്ടി ഒരു നല്ല തീരുമാനം എടുത്തപ്പോ അച്ഛൻ എന്തിനാ ഇങ്ങനെ തടസ്സം പറയുന്നേ? നീ മിണ്ടരുത്. എല്ലാത്തിന്റെ മൂലഹേതു നീയാണ്. നിന്റെ മകൾക്ക് ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നീ കെട്ടിച്ചമച്ച കള്ളത്തരത്തിന്റെ ഫലമാ ഇപ്പൊ ഇവിടെ എല്ലാവരും അനുഭവിക്കുന്നത്. ദേവി ഈ എടുത്തിയാട്ടം കാണിക്കാൻ പാടില്ലായിരുന്നു. ആനന്ദ് നല്ല പയ്യനായിരുന്നു. അവരുടെ കുടുംബത്തിൽ നിനക്ക് സന്തോഷവതിയായി കഴിയാമായിരുന്നു. അല്ല, ഈ പൊന്നാരം തോട്ടത്തുകാർക്ക് എന്താ ഒരു കുറവ്? ആനന്ദിന്റെ കുടുംബത്തെക്കാളും എത്രയോ നല്ല കുടുംബമാണ് പൊന്നാരം തോട്ടത്തുകാര്. പൊന്നാരം തോട്ടത്തുകാർക്ക് ആനന്ദിന്റെ കുടുംബത്തെക്കാൾ പണവും പ്രതാപവും ഉണ്ട്. സമ്മതിച്ചു എന്ന് കരുതി ആനന്ദിന് കൊടുത്ത വാക്ക് മറന്നുകൊണ്ട് അവനേക്കാൾ കൂടുതൽ പണക്കാരനായ ഒരാളിന്റെ ബന്ധം വരുമ്പോ അത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയായ രീതിയല്ല. എന്നും എപ്പോഴും എന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. മുത്തശ്ശ, മുത്തശ്ശ, ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല. ഉടനെ ഒരു തീരുമാനം എടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.